ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രശസ്ത സിനിമാ താരമായിട്ടുള്ള ആസിഫ് അലിയെ രമേശ് നാരായണൻ അപമാനിച്ചിട്ടുള്ള ഒരു കഥ നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവില്ല. ഇനി ആരെങ്കിലും അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ചുരുക്കി പറയാട്ടെ. അതായത് നമ്മുടെ പ്രശസ്ത സിനിമാ താരം ആസിഫ് അലി രമേശ് നാരായണന് ഒരു ഫംഗ്ഷനിടയിൽ ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. ആസിഫ് അലിനെ ക്ഷണിക്കുകയാണ് നമ്മുടെ ഈ രമേശ് നാരായണന് ഒരു അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഈ രമേശ് നാരായണൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസിഫ് അലി അവിടെ വന്ന് നിന്ന് ഈ അവാർഡ് കൊടുക്കുന്ന നേരം ആസിഫ് അലിയുടെ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും ഈ രമേശ് നാരായണൻ കൂട്ടാക്കുന്നില്ല എന്നാണ്. അദ്ദേഹത്തിന് നമ്മുടെ ആസിഫ് അലിയോട് എന്താ പറയുക, നമ്മൾ ഒരു മനുഷ്യനാണ് മുന്നിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ള ഒരു പരിഗണന പോലും കൊടുക്കാത്തൊരു കാട്ടിക്കൂട്ടലായിരുന്നു അത്. ആ അവാർഡ് വാങ്ങുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾ ആരായാലും, ഇനി എന്ത് തരത്തിലുള്ള ഒരു വ്യക്തിത്വം ഇല്ലാത്ത ആളാണെങ്കിലും ഒരു മനുഷ്യനാണ് എന്നുള്ള ഒരു ചിന്ത പോലും നമ്മുടെ രമേശ് നാരായണൻ നമ്മുടെ ആസിഫ് അലിക്ക് കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം അല്ലേ. ആസിഫ് അലി എന്ന് പറയുന്നത് ഒരു ചെറിയ നടനേ അല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. അത്യാവശ്യം ജനപിന്തുണയുള്ള ഒരു നടനും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സിനിമകൾ നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ട് സമ്മാനിച്ചിട്ടുള്ള ഒരു നടൻ തന്നെയാണ്. ഒരുപാട് മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. കുറേ നടന്മാരുടെ പേരിൽ നമ്മൾ പലതരത്തിലുള്ള അങ്ങനെ മോശം കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരുവിധം മലയാളത്തിലെ എല്ലാ നടന്മാരെ പറ്റിയിട്ടും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട് മോശമായിട്ടുള്ള. എന്നാൽ ആസിഫ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ, ഇന്ന് വരെ ഒരാളോട് പോലും ഒരു അപമര്യാദയായിട്ട് പെരുമാറുക അല്ലെങ്കിൽ തൻ്റെ ഫാൻസിൻ്റെ അടുത്ത് ഒരിക്കൽ പോലും മോശമായിട്ട് പെരുമാറുക, അത്തരത്തിലുള്ള ഒരു നടനാണ് നമ്മുടെ ആസിഫ് അലി എന്ന് നമുക്ക് എടുത്തു പറയാൻ പറ്റും അല്ലേ. പല താരങ്ങളും തൻ്റെ ഫാൻസുകളെ ഇങ്ങനെ അപമാനിക്കുന്നതോ അല്ലെങ്കിൽ അവർ ഫോട്ടോ എടുക്കാൻ വരുമ്പോൾ പലതരത്തിലുള്ള ജാടകൾ കാണിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ സമയക്കുറവ് കൊണ്ടോ എന്തോ ആയിരിക്കും അവർ മുഖം കറുപ്പിച്ചിട്ട് പോകുന്ന അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ആസിഫ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തി അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇന്ന് വരെ ആസിഫ് അലിയെ പറ്റിയിട്ട് നമ്മൾ ഒരു വീഡിയോസിലും കണ്ടിട്ടുണ്ടാവില്ല. കാരണം അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടാവില്ല. അതായിരിക്കണം അതിൻ്റെ സത്യം അല്ലേ. ഇത്തരത്തിലുള്ള ഫാൻസുകളോട് മോശമായി പെരുമാറി അല്ലെങ്കിൽ ആരോടെങ്കിലും ഇങ്ങനെ മൈൻഡ് ചെയ്യാതെ പോയി അത്തരത്തിലുള്ള ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാത്ത ഒരു നടൻ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ആസിഫ് അലി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യനെന്ന് പോലും ഒരു പരിഗണനയില്ലാതെ നമ്മുടെ രമേശ് നാരായണൻ എന്താ പറയും ആട്ടി അകറ്റിയെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു ഇതായിരുന്നു. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ കൊടുക്കാം. അപ്പം അത്തരത്തിലുള്ള ഇതാണ്. പക്ഷേ ഇതിനെതിരെ നമ്മുടെ ആസിഫ് അലി പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് അറിയാം, ഒരു പുഞ്ചിരിയോട് കൂടി. അതാണ് ഈ ഒരു നേരത്തെ അദ്ദേഹത്തെ ഏറ്റവും ആളുകളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചത് അദ്ദേഹത്തിൻ്റെ നമ്മുടെ ആസിഫ് അലിയുടെ ഒരു പുഞ്ചിരി തന്നെയാണെന്ന് പറയാം. ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ എത്രയോ ആളുകൾ കൂടി നിൽക്കുന്ന ഈ ഒരു സ്ഥലത്ത് അദ്ദേഹത്തെ അപമാനിച്ചിട്ട് അതൊരു പുഞ്ചിരിയോട് കൂടിയാണ് നമ്മുടെ ആസിഫ് അലി നേരിട്ടത്. അവിടെ മുഖം കറുപ്പിക്കാനോ ഒരക്ഷരം പറയാനോ ഒന്നിനും അദ്ദേഹം നിന്നില്ല. താൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു പുഞ്ചിരിയോട് കൂടി തൻ്റെ സ്ഥലത്ത് വന്നിരിക്കുകയാണ് ആസിഫ് അലി ചെയ്തത്. എന്നാൽ ഇതിനെതിരെ ഇപ്പോൾ നമ്മുടെ അമ്മയുടെ സംഘടന ഉണ്ടല്ലോ, അമ്മയുടെ സംഘടനയെ പറ്റി നമുക്കറിയാം. കുറേ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. ഇപ്പം അതിനുള്ളിൽ തന്നെ അവരുടെ നടന്മാർക്കെതിരെ എന്തെങ്കിലും പ്രശ്നം വന്നാലും അതിനുള്ളിലുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാതെ പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സംഘടനയാണ് അമ്മ. എന്നാൽ ഈ ഒരു പ്രശ്നം ആസിഫ് അലി ഇപ്പം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രശ്നത്തിൽ നമ്മുടെ അമ്മയുടെ സംഘടന ആസിഫ് അലിയുടെ കൂടെ തന്നെയാണ് നിൽക്കുന്നത്. അതിൽ ആദ്യമായിട്ട് പ്രതികരിച്ചത് നമ്മുടെ നടൻ സിദ്ദീഖായിരുന്നു. സിദ്ദീഖ് ഒരു പോസ്റ്റ് പങ്കിട്ടു. ആദ്യം ആസിഫ് അലിയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ആ വീഡിയോ കൂടി ഞാനിവിടെ കൊടുക്കാം. അതിനിടയിൽ നമ്മുടെ സിദ്ദീഖ് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, പാട്ടി ഇറക്കിയവരുടെ മുന്നിൽ നീ കാണിച്ച ഒരു ചെറു പുഞ്ചിരിയാണല്ലോ, അതാണ് നിന്റെ ഏറ്റവും വലിയ വിജയം, അത് തന്നെയാണ് ഏറ്റവും വലിയ സംഗീതം. അങ്ങനെ നമ്മുടെ ആസിഫ് അലി നമ്മുടെ സിദ്ദീഖ് പങ്കുവച്ച ഈ ഒരു പോസ്റ്റ് നമ്മുടെ അമ്മയുടെ ഇൻസ്റ്റാഗ്രാം പേജിലിട്ടുണ്ടായിരുന്നു. ആ ഒരു പേജിന് താഴെ കുറേ നമ്മുടെ താരങ്ങളാണ് ആസിഫ് അലിക്ക് പിന്തുണയായിട്ട് എത്തിയിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് കമന്റ് വന്നിട്ടുള്ളത് നമ്മുടെ ബാബുരാജിൻ്റെയാണ്, നമ്മുടെ ആസിഫ് അലിയെ സപ്പോർട്ട് ചെയ്തിട്ട്. അതുപോലെ തന്നെ കുറേ നടന്മാർ നമ്മുടെ ആസിഫ് അലിയെ സപ്പോർട്ട് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് നമുക്കറിയാം നമ്മുടെ സിദ്ദീഖാണ് ഇപ്പോൾ നമ്മുടെ അമ്മയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ തന്നെ ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചപ്പോൾ തന്നെ നമ്മുടെ രമേശ് നാരായണന് കിട്ടാവുന്നത് വെച്ചിട്ട് ഏറ്റവും നല്ലൊരു അടിയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ എന്ത് തന്നെയാണ് രമേശ് നാരായണൻ അദ്ദേഹത്തെ പറ്റി നമുക്കറിയാം. ഒരു സംഗീതം എന്ന് പറയുന്നത് പറഞ്ഞ പോലെ എല്ലാവർക്കും കിട്ടുന്ന ഒരു കഴിവൊന്നുമല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കഴിവിനെ പോലെ തന്നെയാണ് മറ്റുള്ള ആളുകളുടെ ഒക്കെ കഴിവ് അല്ലേ. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ കഴിവ് വലുതാണ്, അതൊന്നും ആർക്കും വെറുതെ കിട്ടുന്നതല്ല. അപ്പോൾ രമേശ് നാരായണൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് പോലെ തന്നെയാണ് മറ്റുള്ള ഒരാളുടെയും കഴിവ്. അത് അംഗീകരിച്ചില്ലെങ്കിൽ ഒരു മനുഷ്യനായിട്ടെങ്കിലും അദ്ദേഹത്തെ പരിഗണിക്കായിരുന്നു എന്ന് തോന്നുന്നു. എന്തായാലും അമ്മയുടെ സംഘടന ഇപ്പോൾ നമ്മുടെ ആസിഫ് അലിക്കൊപ്പം തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് ജനങ്ങളും ആസിഫ് അലിയുടെ കൂടെ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്.